ഹായ് നദാൻ സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈദരാബാദ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മളിന്ന് ഹയാത്ത നഗറിലുള്ള റാമോജി ഫിലിം സിറ്റിയാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹൈദരാബാദ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എന്തായാലും നമ്മൾ റാമോജി ഫിലിം സിറ്റി എക്സ്പ്ലോർ ചെയ്യുമെന്ന്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയമാണ് ഈ റാമോജി ഫിലിം സിറ്റി. ഏകദേശം 2000-ഓളം ഏക്കർ പരന്നു കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ റാമോജി ഫിലിം സിറ്റിയിലേക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റോളം അവരുടെ ബസ്സിൽ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എത്തുന്നത് യുറേക്ക എന്ന് പറയുന്ന ബസ് പോയിൻറ്റ് സ്റ്റേഷനിലേക്കാണ്. ഇത് ഓരോ സ്ഥലങ്ങളും ഓരോ ബസ് പോയിൻറ്റ് സ്റ്റേഷനായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർ ചെല്ലുക, അത് കാണുക, അതിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുക എന്ന്. റാമോജിയിലെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് 9 തൊട്ട് 5:30 വരെയാണ്. നമ്മൾ 9 മണിക്ക് തന്നെ ചെന്നത്. അപ്പം നമ്മൾ അന്വേഷിച്ച പലരും എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കൃത്യസമയത്തെത്തി. ഇത് യുറേക്ക എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേഷനാണ്. ഇവിടെ നമുക്കൊരു ഫിലിം ഡാൻസൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ അകത്തോട്ട് ചെയ്യുന്നത്. ഓരോ സ്റ്റേഷനിലും വരുന്ന സന്ദർശകരെ എൻഗേജ് ആക്കാൻ അവർക്കുള്ള എൻ്റർടൈൻമെൻറ്റ് ഇവിടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയോടുകൂടി അല്ലെങ്കിൽ വളരെ തന്മയത്വത്തോടു കൂടി നടത്തപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. ആദ്യത്തെ സ്ഥലത്ത് ഇതെല്ലാം കണ്ട് തീർന്നതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു വിൻറ്റേജ് ബസ്സുണ്ട്. ഓപ്പൺ ബസ്സാണ്. നമുക്കതിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അവിടെ തന്നെ ടൂർ ഗൈഡും നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് എല്ലാം നമുക്ക് പറയുന്നു. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഗ്രാമത്തിൻ്റെ പല വീതികളിലൂടെയാണ്. നമ്മൾ ചിലപ്പം ഒരു 2 മിനിറ്റ് കൊണ്ട് ഡൽഹിയിൽ നിന്ന് ബംഗാളിലേക്കും ബംഗാളിൽ നിന്ന് തമിഴ്നാട്ടിലേക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പല സിനിമകളിലുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയെ ആധികാരികമായിട്ട് കാണുന്നവർക്കും അതിനോട് പാഷനുള്ളവർക്കും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ഇത്. കാരണം പല സിനിമകളിൽ കണ്ടറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത്. ഇതിലൂടെ നടന്നു തീർക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബസ് തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട് സന്ദർശകരെ കയറ്റി ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുക. ഇതിപ്പോൾ നമ്മുടെ രാമായണം മഹാഭാരതമൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ എത്ര ഭംഗിയായിട്ട് കാണുന്ന സ്ഥലമാണ് സീരിയലിൽ കാണുമ്പോൾ അല്ലേ. ഇത് പക്ഷേ ആർട്ടിഫിഷ്യലായിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതാണ് പ്രശസ്തമായ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. ഇവിടെയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. मुझको को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी. സിനിമയിൽ എങ്ങനെയാണ് ഒരു ചലച്ചിത്ര രംഗം ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളവരായിരുന്നു. അപ്പോൾ എൻ്റെ ഹീറോ അവിടെ ഡാൻസൊക്കെ കളിച്ചു അടിപൊളിയായിട്ട്. അതിനുശേഷം നമ്മൾ വന്നത് പ്രശസ്തമായ ബാഹുബലിയുടെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. ഈ സെറ്റ് അതുപോലെ തന്നെ അവർ സന്ദർശകർക്കായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ആകെപ്പാടി ഇവിടെ വന്നിട്ട് ആകെ മനസ്സിലായത് ഈ സെറ്റ് മാത്രമാണ്. കാരണം ഇതും ഉദയനാണ് താരത്തിൻ്റെ ലണ്ടൻ സ്ട്രീറ്റുമാണ്. കാരണം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ അടുത്തറിയുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു കാര്യമല്ലേ. നമ്മുടെ ഒരു ഫാൻറ്റസി വേൾഡിനെ നമ്മൾ അടുത്ത് കാണുന്ന ഒരു എക്സാക്റ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തോരം മലയാളികളെ ഞങ്ങൾ മീറ്റ് ചെയ്തെന്ന് അറിയില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അടുത്ത ആൾ ചിരിക്കും. അപ്പം അവരും കേരളത്തിൽ നിന്ന് വന്നാണെന്ന് പറയും. അങ്ങനെ നമ്മൾ സംസാരിച്ചു. അങ്ങനെ എൻ്റെ കൊച്ചു ബാഹുബലി അവിടുത്തെ രഥമൊക്കെ വൃത്തി നോക്കി. അവിടുത്തെ പൽവാൾ ദേവൻ്റെ പ്രതിമ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പല സിനിമകളിൽ ഡാൻസ് ബാറായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിതൊക്കെ. അതിനുശേഷം നമ്മൾ പോയത് ലണ്ടൻ സ്ട്രീറ്റിലേക്കാണ്. ഇത് യൂറോപ്യൻ സ്ട്രീറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശസ്തമായ ഉദയനാണ് താരത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. പ്രിൻസസ് സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ വിഷ്വൽ എഫക്ട്സ് എങ്ങനെയാണ് സിനിമയിൽ വരുന്നത്, അല്ലെങ്കിൽ ടെക്നോളജീസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്ന പല തരത്തിലുള്ള ലോഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഒരു മോഡൽ കാണിക്കുന്നതാണ്. നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ മതി. ആ ഗ്രീൻ കാർപ്പറ്റിൽ നിന്ന് കഴിയുമ്പം നമ്മൾ ഇവിടെ ഉള്ളതായിട്ട് കാണും. നദാൻകുട്ടനും ചേട്ടായും കുറേ അധികം നടന്നപ്പോഴത്തേക്കും മടുത്ത്. ഇതിനകത്തും നമ്മൾ ഒന്ന് കയറിക്കഴിഞ്ഞാൽ ഇത് തീർക്കാതെ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നവർ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സ്ഥലത്തു നിന്ന് അടുത്തെത്തി. ഇത് സിനിമയിലൊക്കെ കാണുന്ന
ഹോസ്പിറ്റലും എയർപോർട്ടുമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിരിക്കും 2 സ്റ്റേറ്റിലായിട്ടുള്ളത്. ഇത് KGF-ലൊക്കെ കാണുന്ന ഒരു റോഡാണ്. ഇതൊക്കെ ചേട്ടായി കണ്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നു. കാരണം എനിക്ക് അങ്ങനെ അത്ര വലിയ ഡീറ്റെയിൽ നോളജ് ഇല്ല. പിന്നെ ഈ കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത് മിക്ക സിനിമയിലും യൂണിവേഴ്സിറ്റി ആയിട്ടും ഹോസ്പിറ്റലായിട്ടും കോളേജ് ലൈബ്രറിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാർഡ്ബോർഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് യാതൊന്നും ഉണ്ടാവില്ല. അവർ വില്ലനും നായകനും നായികയും എല്ലാം ചിലപ്പോൾ ഒരു വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടായിരിക്കാം താമസിക്കുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ പല ദൂരെയുള്ള സ്ഥലങ്ങളായിട്ട് അവർ കാണിക്കുന്നു എന്ന് മാത്രം. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു മൂവി മാജിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ കയറുന്ന ഒരു പല സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ പല ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഒന്നിച്ചൊരു സ്ഥലത്ത് ഈ സിനിമാ പ്രവർത്തകർക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ് ഈ രാമോജി ഫിലിം സിറ്റിയിൽ ഉള്ളത്. അത് ഈ രാമോജി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ചലച്ചിത്ര നിർമ്മാതാവുമായ രാമോജി റാവുവിൻ്റെ തലയിൽ ഉദിച്ച ഒരു വലിയൊരു ആശയമാണ് ഈ സൗകര്യം. 1986 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഈ തെലുങ്ക് സിനിമയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ രാമോജി ഫിലിം സിറ്റിയുടെ ഉത്ഭവം ഭയങ്കരമായിട്ട് കാരണമായി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം ഫിലിം സിറ്റിയെ ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്ര നിർമ്മാണ കേന്ദ്രമായിട്ട് ഗിന്നസ് ബുക്കിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. സിനിമാറ്റിക് മികവിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ചൈനീസ് ഗ്രാമമൊക്കെ അല്ലെ ചൈനീസ് ഗാർഡനൊക്കെ, ജാപ്പനീസ് ഗാർഡൻ നമ്മുടെ ചൈന ടൗണിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ നമ്മൾ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫിലിമായിട്ടൊക്കെ ഇച്ചിരി റിലേഷൻ ഉള്ളതും ഇച്ചിരി നടക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത്തിരി പാടായിരിക്കും. അതങ്ങോട്ട് കുറേ കഴിഞ്ഞപ്പോഴേക്കും മടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി. ഇത് കരിങ്കൽ നിർമ്മിതമായ ഒരു ഗുഹകളും അതിനകത്ത് കയറി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളും എപ്പോഴും സിനിമകളിലൊക്കെ കാണുന്ന പാമ്പ് കുത്തുന്ന സീനുകളും അതുപോലെ തന്നെ അവർക്ക് മൊണാസ്ട്രികളൊക്കെ കാണിക്കാൻ വേണ്ടി ചിത്രീകരിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിനകത്തും നമ്മൾ കയറി നടന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് എത്താൻ പറ്റുള്ളൂ. എങ്കിലേ നമുക്ക് അവസാനം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകാൻ പറ്റുമോ എന്നുള്ളൊരു യാഥാർത്ഥ്യം കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇതിൻ്റെ 2ാം പാർട്ടിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്താം. സ്റ്റേ ട്യൂൺ. ബൈ.